നമസ്കാരം. റേഡിയോ മലയാളം 98.6 നമ്മളിതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്ഥിരം നമ്മളുടെ വീട്ടിലെ സ്വന്തം ആൾക്കാരെ പോലെ പരിചയപ്പെടും. ഓരോ മലയാളികൾക്കും പരിചയപ്പെടുന്നത്. അത് നമ്മൾ പറയണമെന്ന് പറയുന്ന ആ കാര്യങ്ങൾ അടുത്ത ആഴ്ച ഇവർ പറയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആളുകളാണ് നമ്മുടെ മറിമായം ടീം എന്ന് പറയുന്നത്. മറിമായം ടീം ഒരു സിനിമയുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ, നമ്മളുടെ ടീം ഒരു സിനിമ ചെയ്യുന്ന പോലെ, നമ്മളുടെ ആരൊക്കെയോ ചേർന്ന് ഒരു സിനിമ ചെയ്യുന്ന പോലത്തെ ഒരു സന്തോഷമായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന മൂവിയുമായിട്ട് അവരെത്തുന്നു. ആ സിനിമ വലിയ വിജയമായിട്ട് മുന്നോട്ട് പോകുന്നു. ആദ്യം തന്നെ നമുക്ക് സംവിധായകനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മണികണ്ഠൻ ചേട്ടാ, ഇതൊരു വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ പ്രേക്ഷകരുടെ ഓൾറെഡി മനസ്സിലുള്ള ആൾക്കാരാണ്, വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അതെ. അടുത്തേക്ക് ഒരു സിനിമയുമായിട്ട് എത്തുകയാണ്. കുറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ അത് ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സന്തോഷം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്ക്. പിന്നെ വലിയ സന്തോഷം. ആദ്യമേ തീർച്ചയായിട്ടും നമ്മുടെ തീർച്ചയായിട്ടും പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു നമസ്കാരം. നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മളൊരു സിനിമയും കൊണ്ട് ചെല്ലുകയാണ്. നല്ല രീതിയിലുള്ള പരിഗണന അതിന് കിട്ടുന്നുണ്ട്. പിന്നെ തിയേറ്ററിൽ വന്ന് കണ്ട് പോകുന്ന ആളുകൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, ചിരിച്ചിട്ടാണ് ആളുകൾ ഇറങ്ങി പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ തിയേറ്ററുകളൊക്കെ ഇവിടെ പോയിട്ട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയുണ്ടായി. അപ്പോ എല്ലാവരും ഈ അവസാനത്തെ സീൻ അടക്കം കണ്ടിട്ട് അവര് ചിരിച്ച് ഇറങ്ങി പോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു വിജയം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ നിയാസ് കൈനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ഒരുപാട് വേഷങ്ങൾ, എല്ലാവരും പലതരത്തിലുള്ള വേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ ശരിക്കും പറയുന്നതൊക്കെ നാടകത്തിലെ അഭിനയമല്ല ടിവിയിലെ അഭിനയം, ടിവിയിലെ അഭിനയമല്ല സിനിമയിലെ അഭിനയം എന്ന്. നിങ്ങൾക്ക് പക്ഷെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒരേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ടീം തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഒതുക്കേണ്ടതുണ്ടല്ലോ, ആക്ടിങ് സ്റ്റൈലൊക്കെ. അപ്പൊ നമ്മള് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ ഒന്ന് മിതത്വപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് സിനിമയ്ക്ക്. അപ്പൊ അത് മണികണ്ഠേട്ടനും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഞാൻ പ്രത്യേകിച്ച് സ്റ്റേജും കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മളൊക്കെ അഭിനയിക്കുമ്പോ അറിഞ്ഞു അറിയാതൊക്കെ പല പാറ്റേണും വരും. അപ്പോ മണികണ്ഠേട്ടൻ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അത്രയും വേണ്ട നിയാസ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോ ഇവിടെ സ്നേഹ മാം, ഈ ഒരു കുടുകുടു എന്നുള്ള ഒരു ചിരിയാണ് അത് ഏറ്റവും ഹൈലൈറ്റ്. ആദ്യം ആ ഒരു മുഖം കാണുമ്പോഴും പേര് കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലേക്ക് വരിക. ഈ ഒരു വലിയ വിജയം എങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു? എന്താണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും രസമായിട്ട് ഫസ്റ്റ് ഈ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ ഓർമ്മ വരുന്ന കാര്യം? ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ സത്യത്തിൽ സിനിമ ഇറങ്ങിയത് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. കാര്യം നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ അറിയാവുന്നവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് അവർ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ വീട്ടിലെ ആൾക്കാർ ചെയ്യുന്ന എന്തോ ഒരു സംഗതി വിജയിച്ചതിന്റെ ഒരു ആഘോഷം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവരെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളിപ്പോ ഒരു വീട്ടിലൊരു കല്യാണമൊക്കെ നടത്തിയിട്ട് എല്ലാം ഭംഗിയായി എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ഒരു സിനിമ ഗംഭീരമായിട്ട് പോണു. അപ്പൊ പല സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് ആണ് ഇപ്പം ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. പല തിയേറ്ററുകളുടെ മുമ്പിലും ഹൗസ്ഫുൾ എന്ന് എഴുതി കാണുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മുടെ ഒരു കൊച്ചു സിനിമയാണ്. അപ്പൊ ആൾക്കാരത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ രചന മാമിനോട് എനിക്ക് തോന്നുന്നത് മറിമായത്തിലൂടെയാണ് എല്ലാവരും അറിയപ്പെട്ടത്. പക്ഷെ അതിനുശേഷം സിനിമകളിലൂടെ ഇപ്പൊ വലിയ വലിയ സിനിമകളുടെ ഒക്കെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ ടീം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സിനിമയോട് കൂടെ നിൽക്കുന്നത് ഇത്രയധികം അതിലൊരു വലിയ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു എന്ന് പറയാം. അപ്പൊ ആ ഒരു തീരുമാനത്തെ പറ്റിയിട്ട്, അതുപോലെ ഈ ഒരു ടീമുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ. അതൊരു കഥയാണ്. ആ തീരുമാനമൊക്കെ വലിയ കഥയാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനത് പല പ്രാവശ്യവും പറഞ്ഞതാണ് പല വേദികളിലായിട്ട്. ഞാൻ പറയായിരുന്നു, ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നെ ശരിക്കും അഭിനയിക്കാനാണ് വിളിച്ചത് എന്ന്, ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയാനായിരുന്നു. എന്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് മണികണ്ഠേട്ടനും സലീംക്കും കൂടി വന്ന് കണ്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് ഞാൻ തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഫാമിലി എന്ന് പറയുന്നത് വൺസ് മറിമായത്തിൽ വന്നവര് ആരാണെങ്കിലും പിന്നീട് അവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. ഞാൻ വേറെ പല കാര്യങ്ങൾ കൊണ്ട്, എന്റെ പഠിപ്പിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ മാറി നിന്നതും ഒക്കെയാണ്. അതല്ലാതെ അതിൽ നിന്ന് പോരണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് പോന്ന ആളല്ല.
ബാക്കി ചില കമ്മിറ്റ്മെന്റ്സ് കൊണ്ട് പോകുന്ന ആളാണ്. പക്ഷെ ഒരു സിനിമ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എനിക്കും ഒരു സന്തോഷം, ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ്. പിന്നെ നിയാസ്ക നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു മണിയണ്ടേട്ട എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് 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 മണിയണ്ടേട്ട ഇത് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്നേഹയോട് സംസാരിച്ചപ്പോ സ്നേഹ ഇതുപോലെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് വേണ്ട കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് നന്നാവണം, ഇത് എല്ലാവരിലേക്കും എത്തണം, ഇത് ഇത്രയും ആൾക്കാരെന്നെ കണ്ടിരിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിയാസ് ബ്രോന്റെ കാര്യത്തിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ എല്ലാവരുടെയും സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ മറിമായത്തിലൂടെ വളരെ ഫെയിമാണ്, വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ പിന്നെയും ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടോ? അത് ആരെങ്കിലും ഉണ്ടോ, സിനിമ എന്ന് വേണ്ട നമുക്ക് മറിമായത്തിൽ തന്നെ ഇത് ഏറ്റവും നന്നായിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ? അല്ല, അത് ബിഗ് സ്ക്രീൻ ആഗ്രഹിക്കാത്ത ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം കിട്ടുന്നത് സ്വീകരിക്കുക എന്നുള്ളൊരു നിലപാടുള്ള ഒരാളാണ്. കാരണം സിനിമ എന്നാണ് നമ്മൾ മറിമായത്തിലേക്ക് വന്നത്. അപ്പൊ സിനിമ താരതമ്യേന കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ചാനലിന് ഡിപ്പെൻഡ് നമ്മൾ ചാനൽ പ്രോഗ്രാമിലേക്ക് കടന്നത്. പക്ഷെ അതൊരു മറിമായം പോലത്തെ ഒരു പ്രോഗ്രാം ആയപ്പോ അതില് കുറച്ച് ഒന്ന് ത്രില്ല് കണ്ടെത്തി എന്നുള്ളതില് സംശയമില്ലാത്ത. അത് നമുക്ക് മറിമായം പോലത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വെറുത്തേനെ. അപ്പൊ നമുക്ക് മറിമായം പോലുള്ള ചെയ്യുമ്പോ സിനിമ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ബിഗ് നമ്മൾ വരുമ്പോ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് സ്ക്രീനിൽ ചെയ്യാന്നുള്ളത് വലിയ താല്പര്യമുള്ള കാര്യം. അതുപോലെ സ്നേഹമായി ഇപ്പൊ ഈ നമ്മളുടെ മറിമായം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഒരേ പേരുകളാണ്, പക്ഷെ ക്യാരക്ടറുകൾ വ്യത്യസ്തമായിട്ട് വരുമെങ്കിലും ഒരേ പേരുകൾ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളാണ്. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പേരുകൾ മാറി അല്ലെങ്കിൽ ആളുകൾ മാറി, അങ്ങനത്തെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മള് മറിമായത്തിൽ കാണുന്ന രീതിയിൽ ആവരുത് എന്നുള്ളൊരു തീരുമാനം ഉറപ്പായിട്ടും മണിയേട്ടനും സലിമയ്ക്കൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. എപ്പോഴും നമുക്ക് എന്താ പറയാ, ഒരു 95% നല്ലത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ വെച്ചിട്ട് പറയുന്ന ഒരു കുറച്ച് ശതമാനം ആൾക്കാരുണ്ടാകും. നമ്മൾ മറിമായം കാണുന്ന പോലെയല്ല ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ കണ്ടത്. അങ്ങനെയല്ല. അത് ഞങ്ങൾ തീരുമാനിച്ച, ഞങ്ങളുടെ തീരുമാനം അതാണ്. നമ്മൾ ഒരിക്കലും മറിമായം കൊണ്ടുപോയിട്ട് ഒരു തിയേറ്ററിൽ കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ തീരുമാനിച്ചത് അതാണ്. ഒരിക്കലും മറിമായം കാണുന്ന രീതിയിലാവരുത് സിനിമ. എന്നാൽ മറിമായത്തിന്റെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുക, അതായിരുന്നു തീരുമാനം. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മള് ബാക്കി 98% പ്രേക്ഷകരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ നമുക്ക് മണികണ്ഠൻ ഇപ്പൊ ഈ പറഞ്ഞ സംസാരിക്കുന്നത് മുഴുവൻ ആനുകാലിക സംഭവങ്ങളും ആനുകാലിക വിഷയങ്ങളുമാണ്. ഇപ്പോ സിനിമയിലാണെങ്കിലും മറിമായത്തിലാണെങ്കിലും ഒക്കെ. അപ്പോ പലപ്പോഴും ഇങ്ങനെ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ ചില ഭീഷണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ വളരെ രസകരമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ പോലും പലരെയും അത് ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒരാൾക്ക് പോലും ഒരു വേദന ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു തമാശകളും നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഉദ്ദേശിച്ച് ചിലപ്പോ വല്ല ഈ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ വരുന്ന കറപ്ഷനോ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ ഒന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതെ, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ നിലവിലുള്ളതിന്റെയൊക്കെ ഒരു പകുതി പോലും നമ്മൾ പറയുന്നില്ല എന്നുള്ളത് അവര് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ മാത്രല്ല എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവരൊക്കെ നമ്മുടെയൊക്കെ ഓഡിയനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എത്രയോ മുകളിലാണ് ഓരോ പ്രോഗ്രാമിനെയും അവര് വിലയിരുത്തുന്നത്. അപ്പോ അതുകൊണ്ട് അവരിത് മനസ്സിലാക്കുന്നു. കാരണം ഇതൊരു പ്രോഡക്റ്റ് ആണ്, ഇതൊരു ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അവരുടെ ഈ പറയുന്ന പോലെ അവര് അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന സമയം അവർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഞങ്ങളത് നഷ്ടപ്പെടുത്തുന്നില്ല എന്നൊക്കെ അവർക്ക് ബോധ്യമായത് കൊണ്ടാണ് ഇപ്പൊ സിനിമയ്ക്കും ഈ പറയുന്നത് പോലെ ആളുകൾ നമ്മുടെ കൂടെ വരുന്നത്.
അപ്പൊ അതുപോലെ തന്നെ നിയാസ് ബ്രോ, ഇപ്പൊ ഈ സിനിമകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നമ്മുടെ എന്താ പറയാ കഥാപാത്രങ്ങൾ പറയുമ്പോൾ അതിന്റെ പോലെ തന്നെയാണ്, ഒരേപോലെയാണ്. ഇപ്പൊ പല ഫേമസ് നടന്മാരെ പറ്റി പോലും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ പലപ്പോഴും നിങ്ങൾ മറിമായത്തിൽ എങ്ങനെയാണ് ഇത് കീപ്പ് ചെയ്യുന്നത്? അതായത് ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അഭിനയത്തെ പറ്റി റിപ്പീറ്റേഷൻ പോലെ അങ്ങനെ ഒന്നും ഒരിക്കലും ഇതുവരെ ഒരു കമന്റ് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എന്താണ് അതിന്റെ ഒരു ട്രിക്ക്? കാരണം ഇപ്പൊ പുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള നടന്മാരെ പറ്റി പോലും കേൾക്കുന്ന ഒരു സാധനമാണ് ഒരേ ടൈപ്പ് അവതരണമാണെന്നുള്ളത്. ഇത് ഒരേ പേര് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്? അല്ല, അതിന്റെ പ്രധാന കാരണം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ്. കാരണം അപ്പൊ നമ്മളൊരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണ് അറിയാം. അപ്പൊ നമ്മളൊരു കോസ്റ്റ്യൂം തന്നെ പറയുമ്പോൾ നിയാസത് ഇപ്പൊ മണിയേട്ടനാണെങ്കിലും അല്ല ആരുടെ മുമ്പിൽ നമുക്കൊന്ന് മാറ്റിയാലോ, അന്ന് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇങ്ങനെ ഒന്ന് മാറ്റിയാലോ, ഇങ്ങനെ ഇപ്പോ ചില ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഇപ്പൊ പോലീസ് അല്ലെങ്കിൽ അതുപോലത്തെ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയും. അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഇതിനകത്തുള്ള എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മിഥുൻ ആണ് ഇപ്പോഴത്തെ നമ്മുടെ മറിമായത്തിന്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അയാൾക്ക് പരിചയം അവരുടെ ചില നടപ്പ്, അവരുടെ സംസാര രീതി, ഇതൊക്കെ നമ്മളായിട്ട് പറഞ്ഞ് ഇങ്ങനെ ആ ഒരു രീതി പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയാവുന്ന അതിനോട് കൂറ് പുലർത്തി ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ സാധാരണ ഒരു സിനിമാ സെറ്റും നമ്മളുടെ മറിമായം ടീമിന്റെ സിനിമാ സെറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താരതമ്യപ്പെടുത്താൻ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും താരതമ്യപ്പെടുത്തി ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? മറിമായൻ ടീമിന്റെ സിനിമ സെറ്റ് അല്ലല്ലോ, മറിമായൻ ടീമിന്റെ ഫാമിലി സെറ്റ് അല്ലേ? അതാണ്. ലൊക്കേഷൻ എപ്പോഴും ഏത് സിനിമയായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ എൻജോയ് ചെയ്താണ് ചെയ്യുക. പക്ഷെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോപ്പർ ഒരു ലൊക്കേഷനിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ളത് മറിമായം കുടുംബത്തിന്റെ കൂടെയാണ്. ഞാനതൊരു ലൊക്കേഷനായിട്ട് ഇന്നേ വരെ എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല. അത് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ അങ്ങടും ഇങ്ങടും എങ്ങനെയാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് മാത്രമല്ല നമ്മളെല്ലാവരും അത്രയും അടുപ്പമുള്ള ആൾക്കാരുമാണ്. അപ്പൊ അതിനൊരു ലൊക്കേഷൻ ഫീലൊന്നും ഒരിക്കലും മറിമായത്തിന്റെ സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. വളരെ ലൈറ്റ് ആയിട്ട് അതിന്റെ ഒരു ഫ്രീഡം ഹ്യൂജ് ആണ് കേട്ടോ, ശരിക്കും പറയാച്ചാ. മാത്രമല്ല നേരത്തെ നിയാസ്ക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോ ആക്ടേഴ്സിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനും ആവശ്യമാണ്, ശരിക്കും പറയാച്ചാ. പിന്നെ അത് നമുക്ക് തരുന്ന ഇപ്പൊ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യണ്ടെന്ന് ഒരു ഡയറക്ടർ പറയാന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു, വേറെ ഒന്നും നമുക്ക് പിന്നെ പറയാനില്ല. ബേസിക്കലി എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഏത് സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിലും എന്താണോ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് ചെയ്യലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് അതിൽ പ്രത്യേകിച്ചൊരു റോളില്ല സിനിമ. പക്ഷെ മറിമായം അങ്ങനെയല്ല. മറിമായത്തിന് യു ഹാവ് ഓൾ ദ ഫ്രീഡം. അത് നമ്മളുടെ ഒരു ഫ്രീഡവും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫ്രീഡവും ഡയറക്ടർ തരുന്ന ഒരു ഫ്രീഡവും ഇൻക്ലൂഡിങ് ആ ഹോൾ ക്രൂ തരുന്ന ഫ്രീഡവുമാണ് അതിന്റെ ഒരു വലിയ ശക്തി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടാ ഇപ്പോ പിന്നെ സിനിമ സംവിധായകനാണ്, നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഫീൽഡിലൊക്കെ ഉള്ളതാണ്. ഇപ്പൊ മറിമായം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടാവും? അതായത് ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാം അല്ലെ അങ്ങനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിന്റെ സ്ക്രിപ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ്? ഞങ്ങളെല്ലാവരുടെയും നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പിന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പോ എല്ലാവർക്കും അവരവരുടെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രങ്ങളെ പറ്റിയിട്ടും ഒരു ഇതിനകത്ത് എപ്പിസോഡിനകത്ത് വരുന്ന കഥാപാത്രങ്ങളൊക്കെ നേരിട്ട് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ അറിയുകയും അത് പഠിക്കുകയും അത് പിന്നെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ഇതിനുണ്ടായിട്ടുള്ളത്. അതുപോലെ നമുക്കിനി പിന്നെ നമ്മളുടെ മൊത്തം ഖത്തറിൽ ഇത് കാണാൻ പോകുന്ന കേൾക്കാൻ പോകുന്ന ആളുകളോട് നിങ്ങളുടെ മറിമായം ടീമിന് എല്ലാവരും ഒന്ന് തിയേറ്ററിലേക്ക്, ഒരുപാട് പേര് തിയേറ്ററിൽ പടം വന്നു, പടം കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ഇനിയും ചിലപ്പോൾ ഒന്നിങ്ങനെ മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് നേരിട്ട് വിളിച്ചേക്കാം. ഇനിയിപ്പോ അതിന്റെ ഒരു പരാതി കൊണ്ട് വരാണ്ടിരിക്കുന്ന. അത് ഞങ്ങളുടെ മുഴുവൻ സ്നേഹവും എടുത്തുകൊണ്ട് പറയുകയാണ്.
മറിമായൻ ടീമിന്റെ ഒരു സിനിമ, മറിമായത്തിനൊപ്പം ഇത്രയും നാളും നിന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, മാസാവസാനാണ്, കുറച്ച് ടൈറ്റ് ടൈമൊക്കെയാണ്. നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഈ മറിമായൻ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഈ ഒരു സമയം നമുക്കൊപ്പം നിൽക്കണം. കാരണം നിന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. അതെ, എല്ലാവിധ ആശംസകളും. ഈ ഒരു സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. പക്ഷെ നിങ്ങൾ ഇനി ഓസ്കാർ അവാർഡ് കിട്ടുന്ന സിനിമ എടുത്താലും മറിമായം ചെയ്യാതിരിക്കരുത് എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്റെയും കൂടി ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഞങ്ങൾ അതിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ മറിമായം പ്രേക്ഷകർ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഞങ്ങൾ മറിമായത്തിനൊപ്പം അവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നവരെ ഞങ്ങൾ ഉണ്ടാവും. സ്നേഹ മാം, കുറച്ചു നേരം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമില്ല, എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇനി സിനിമകൾ എടുക്കാൻ ഞങ്ങൾക്ക് ഊർജം തരണം. അതൊക്കെയാണ് പറയാനുള്ളത്. കാര്യം ഒരു എന്താ പറയാ, നമ്മൾ എവിടെ പരിപാടിക്ക് ചെല്ലുമ്പോഴും കൂടുതൽ സ്നേഹം എപ്പോഴും പ്രവാസികളാണ് നമുക്ക് തരാറുള്ളത്. അതൊരു വലിയ ധൈര്യവുമാണ് നമുക്ക്. നമ്മള് ഇപ്പോ ചെറിയൊരു പേഴ്സണൽ കാര്യം വരെ നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന, അതും നമ്മുടെ കുടുംബമായിട്ട് മാറി. മറിമായം കാരണം കിട്ടിയതാണ് അതെല്ലാം. അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഏതായാലും വളരെ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പേഴ്സണലി നിങ്ങൾ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോ അതിഗംഭീരമായിട്ട് തുടരാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.